ഞാൻ സുരേഷ് നാടൻ. എന്റെ ചാനലിന്റെ പേര് എക്സ് ആർമി സുരേഷ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ തുളസിക്കണി, അതായത് കാഴ്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. കണ്ടോ, ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇവിടെ 2 കുപ്പി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് തുളസിയുടെ എങ്ങനെയാണെന്ന് വീഡിയോ കൂടെ പറഞ്ഞുതരാം. ഇതാണ് കാഴ്ച വന്ന് കൊത്തുന്നത്, കണ്ടില്ലേ? ഇതേപോലെ ആദ്യം കൊത്തിയതാണ്. ഇത് കെട്ടിയതിന് ശേഷം പിന്നെ കാഴ്ച ഇവിടെ വരുന്നില്ല. ഇത് ആദ്യമായിട്ടുള്ള ആക്രമണമാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. ഇതിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കുപ്പിയില് ഇതേപോലെ ചെറിയ ചെറിയ ഹോളുകൾ ചുറ്റായിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇവിടെ ദോശയിൽ 2 പിടി എടുത്തിട്ടുണ്ട്. ഇത്രേണ്ട ആവശ്യമുള്ളൂ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഇത്. എന്നിട്ട് കയ്യിൽ ഇതേപോലെ ദോശയിലെടുത്തിട്ട് നല്ലപോലെ തിരുമിയെടുക്കണം. അതായത് കസക്കി എടുക്കുക. അപ്പോഴേ ദോശയിലൊരു മണം കിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെ തിരുമിയെടുക്കണമെന്ന് പറയുന്നത്. അത് നമ്മൾ നല്ലപോലെ തിരുമിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തിരുമിയെടുത്താൽ മതി. നമുക്ക് നമ്മളെ കുപ്പികളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഞാൻ അവിടെ 2 കുപ്പിയാണ് എടുത്തത്. 2 കുപ്പിയിലും ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ പേരിന് വേണ്ടി അല്പം വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ അവിടെ ചേർത്തില്ല, ഒരു പാരസെറ്റമോൾ ഗുളിക ഒന്ന് പൊടിച്ചിട്ട് 2 കുപ്പിയിലും പകുതി വീതം ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നും ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഹോളി കൂടെ ഈ തുളസിയിലേറെ മണം കേട്ട് മണം കൊണ്ട് ഉദ്ദേശിച്ചോന്ന് ഈ ദ്വാരത്തിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വെളിയിറങ്ങാവില്ല. അത് അവിടെ കിടന്ന് ചത്തോളും. എന്നിട്ട് നല്ലപോലെ അടച്ച് വല്ല കമ്പിയോ കയറോ കൊണ്ട്. അപ്പം ഇതാണ് വേറൊരു രീതിയിലുള്ള ദോശക്കണി. ഇതെന്താ ഇവിടെ കായ്ച്ച ഇതിലെല്ലാം കണ്ടോ, ഇതൊക്കെ കൊത്തിയതാണ്. കായ്ച്ച ഒന്ന് കൊത്തിയതാണ്. ഇപ്പൊ ഇത് കെട്ടിയതിന് ശേഷം ശല്യമൊന്നുമില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോ കൂടെ കാണാം. വരും. ഓക്കെ, ഞാൻ ദോശയിൽ വരയ്ക്കുകയാണ്. ഒരു മതി നമുക്ക്. ഇല്ല, ഞങ്ങൾക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഓക്കെ, ഇതാ കണ്ടോ ദോശയിൽ. നമുക്ക് അരച്ചെടുക്കാം. ശർക്കര ഒരു 10 ഗ്രാം മതി, കൂടുതലൊന്നും വേണ്ട. കാര്യം ദോശയിലെയും ശർക്കരയും കൂടെ മണം കിട്ടാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ഇത് കായ്ച്ച് നമുക്ക് ആകർഷിക്കാൻ പറ്റും. ഞങ്ങളുടെ കുറച്ച് ശർക്കര ഇട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ശർക്കര ഇവിടെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ദോശയില അരച്ചു വെച്ചിരിക്കുകയാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കണ്ടില്ലേ, അലിഞ്ഞേർന്നിട്ടുണ്ട്. നമുക്ക് തുളസിയിൽ നമ്മൾ അരച്ച് എടുത്തതാണ്. ഇനി നമുക്ക് ഇത് അരിക്കൊന്നും വേണ്ട, ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അവിടെ ഹോൾ ഇട്ടിരിക്കുകയാണ്, കണ്ടോ? അതിന്റെ ഓപ്പോസിറ്റിന് ഇവിടെ ഓപ്പോസിറ്റ് വരണമെന്നില്ല, അകലത്തിലിട്ടിരുന്നാൽ മതി. അപ്പൊ ഈ 2 കുപ്പിയിലും ആ രീതിയിൽ ഹോൾ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിറച്ചു കൊടുക്കാം. കെമിക്കലാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങളിലുള്ള ഏതായിരുന്നാലും കെമിക്കൽ മെഡിസിനിൽ യൂസ് ചെയ്യാം. കൂടുതൽ ഒഴിക്കണ്ട, ഒരു 3-4 ഡ്രോപ്പ് മതി. കുപ്പിയിലാക്കിയിട്ട് ചൂടായിക്കട്ടെ. നമുക്ക് ഒരു അടപ്പ്
ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് ഒരു കമ്പി എല്ലാം വെച്ച് കെട്ടി തൂക്കി വിടണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. താങ്ക് യു. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് അനിവാര്യമാണ്. താങ്ക്സ് എ ലോട്ട്. ബൈ.